കേരളത്തിനെ പോലെ തന്നെ ഒരു സാമ്യമുള്ള ഒരു ഐലൻഡ് കാണണോ? ഞാൻ എടുക്കുന്നത് വലിയ റിസ്ക് ആണെന്ന് അറിയാം. I know it's a big risk, but still guys ഒരു ഹാപ്പിനെസ് ഉണ്ട് guys. അതിന് നമ്മൾ എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കും. Hello guys, welcome back to our YouTube channel. ബോഡി വെയിറ്റ് ഒരു 50 കിലോയുടെ താഴെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല കേട്ടോ. കാറ്റ് പറത്ത് കടലിൽ കൊണ്ടിടും, ഉറപ്പാ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നോർത്ത് വെയിൽസിലെ ബ്യൂമാരിസ് അടുത്തുള്ള പഫിൻ ഐലൻഡിലേക്കാണ്. ബ്യൂമാരിസിൽ ആദ്യമായിട്ട് തന്നെ പോകുന്നത് അവിടുത്തെ കാസിൽ കാണാനാണ് ഗൈസ്. വെയിൽസിലെ മെയിൻ അട്രാക്ഷൻ അത് കാസിൽസ് തന്നെയാണ് ഗൈസ്. അപ്പോൾ പഫിൻ ഐലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് കാസിലിന്റെ അവിടെ നമ്മൾ വണ്ടി നിർത്തി ഗൈസ്. അപ്പോൾ നേരെ നമ്മൾ അവിടെ 1.5 പൗണ്ടും കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് പാർക്കിംഗ് ടിക്കറ്റ് എടുത്ത് വണ്ടി വെച്ചു ഗൈസ്. ഈ കാസിൽസ് ഒക്കെ പണ്ടത്തെ കഥയിലൊക്കെ ഉള്ളതുപോലെ വലിയ കൊട്ടാരം പോലത്തെ ഒരു സംഭവമാണ് ഗൈസ്. റോയൽ ഫീൽ കിട്ടും ഗൈസ്. പിന്നെ അവിടെ കുറച്ചു നേരം കറങ്ങി തിരിങ്ങിയിട്ട് നമ്മൾ എൻട്രൻസിലേക്ക് പോയി. നമുക്ക് എന്തായാലും കയറാനുള്ള ടൈം എന്തായാലും ഉണ്ടാവില്ല. ഒരു അഡൽട്ടിന് 10 പൗണ്ടാണ് ഗൈസ് എൻട്രി ഫീസ് ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ അകത്ത് കയറിയില്ല. വെയിൽസ് ഫുൾ അറിയപ്പെടുന്നത് ഫുൾ ഓഫ് ദ ലാൻഡ് ഓഫ് കാസിൽസ് എന്നാണ്. എനിക്കത് യുദ്ധഭൂമിയൊക്കെ ആണ് ഗൈസിലൊക്കെ കാണുമ്പോൾ മനസ്സിലായിരുന്നു. വെയിൽസിലെ എയർ ആംബുലൻസ് ആണ് ഗൈസ്. നമ്മളിനി എങ്ങോട്ടാ പോണ്ടേ? ബീച്ച്. റൈറ്റ് ഓപ്പോസിറ്റ് നമുക്ക് ഒരു ബീച്ചുണ്ട്, അതിലേക്ക് വേണം ഗൈസ് പോകുന്നത്. ഇവരിതൊക്കെ മാപ്പൊക്കെ ഫോളോ ചെയ്താണ് ഗൈസ് പോകുന്നത്. ഗൈസ്, ഞങ്ങൾ പോയ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഈ ബീച്ചിന്റെ സൈഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു ഗൈസ്. പിന്നെ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് പഫിൻ ഐലൻഡിലേക്കാണ് ഗൈസ് ഇപ്പോൾ പോകുന്നത്. പഫിൻ ഐലൻഡിന് ആ ഒരു പേര് വരാൻ കാരണം ഒത്തിരി പഫിൻസ് അവിടെ വന്ന് ബ്രീഡ് ചെയ്യും, അവിടെ വന്ന് ജീവിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അകത്തേക്ക് കയറണമെങ്കിൽ ഈ റേറ്റ് നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. ക്യാഷ് മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാൻ തീരുമാനിച്ചു. അതെന്തായാലും ഒരു നല്ല തീരുമാനമായിരുന്നു ഗൈസ്. കാരണം പോകുന്ന വഴിക്ക് കിട്ടില്ല സ്പോട്ടുകൾ ദൂരമൊന്നും നടക്കാനില്ല ഗൈസ്. ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് 2-3 സ്ഥലങ്ങൾ ആസ്വദിക്കാനും പറ്റി ഗൈസ്. നമ്മളിപ്പോ ഈ ബാക്കി കാണുന്ന കൈ ഒഴിഞ്ഞ ചർച്ചാണ് ഗൈസ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അഡ്രിനാലിൻ റഷ് ഇല്ലാതെ എന്ത് ലൈഫ് അല്ലേ. ആളൊഴിഞ്ഞ കുറെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്. അത് പഴയ രീതിയിൽ പണിതത്. അപ്പൊ അതൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്തു. പഫിൻ ഐലൻഡിലേക്ക് പോകാം ഗൈസ്. പഫിൻ ഐലൻഡിലേക്ക് പോകുന്ന വഴിക്കുള്ള കുറെ കാഴ്ചകളാണ് ഗൈസ് ഇത്. അപ്പം എനിക്കറിയത്തില്ല, ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് പഫിൻ ഐലൻഡ് കാണാൻ പോകുന്നതെന്ന്. നമ്മൾ കയറി കോപ്രായം കാണിച്ച് 2 കെട്ടിടമാണ്. ഒന്നതും 2 വെയിൽസിലാണ് താമസിക്കുന്നതെങ്കിൽ പഫിൻ ഐലൻഡ് ഒന്ന് കണ്ടിട്ട് പോവാ. എനിക്കിതുവരെ അറിയത്തില്ല അവിടെ എന്താകും അവസ്ഥ എന്ന്. ചെല്ലുമ്പോൾ അറിയാം. പക്ഷെ പോകുന്ന വഴിക്ക് ചെറിയ ചില്ലറ കുസൃതികളാണ് ഗൈസ് നമ്മളിപ്പോൾ കാണിച്ചത്. നമുക്ക് ഈ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ ചുമ്മാ വഴിയിൽ വന്നപ്പം ഈ സൈഡിലൊന്ന് പോയാൽ കൊള്ളാം എന്ന് തോന്നി നമ്മൾ കയറി പോകുന്നതാണ്. നോ ഐഡിയ. പക്ഷെ പോകുന്ന വഴി മൊത്തം ഭയങ്കര മുള്ളാണ് ഗൈസ്. എൻ്റെ ജാക്കറ്റൊക്കെ നല്ല മുള്ളാണ്. നമ്മളെ ഗൈസ്, ആ വഴി കണ്ടപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇതേപോലെ ഒരു കിഡിലും വ്യൂ ഉള്ള ഒരു സ്പോട്ടിൽ ഞങ്ങൾ എത്തി. അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ബീച്ചിലേക്ക് എത്തി ഗൈസ്. വിഷ്വൽ ട്രീറ്റ് ആണ് ഗൈസ്. വിഷ്വൽ ട്രീറ്റ് ഒന്ന് നോക്കിയേ. ഒരു ഐലൻഡ്, ഒരു ലൈറ്റ് ഹൗസ് ഇങ്ങോട്ട് നല്ല പോലെ തെന്നി കിടക്കുവാണ്. നല്ല പായലാണ് ഗൈസ്. കാരണം ഇവിടെയൊക്കെ കടലായിരുന്നു. കടലിപ്പോൾ ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ സൂക്ഷിച്ചു വരിക ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. വിഷ്വൽ ട്രീറ്റ് ആണ് ഗൈസ്. വിഷ്വൽ ട്രീറ്റ് ഞാൻ കാണിച്ചു തരാം. നല്ല കാറ്റുണ്ട്. ഞാൻ നിൽക്കുന്നത് കടലിലാണ്. കാരണം ഇവിടെയൊക്കെ ഒരു മണിക്കൂർ മുമ്പ് കടലായിരുന്നു. അതിങ്ങനെ ഇറങ്ങി ഇവിടെ എത്തി. പക്ഷെ ചിലപ്പോൾ അതേപോലെ തന്നെ എനിക്ക് അവിടെ പോകണമെന്നാണ് ഗൈസ്. പക്ഷെ നമ്മൾ ഈ കാണുന്ന ബാക്കി കാണുന്നതാണ് ഗൈസ് പഫിൻ ഐലൻഡ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. കാരണം വെയിലുകയറ്റം കാരണം മൊത്തം വെള്ളം. രാവിലെയോ വൈകിട്ടോ വന്നു കഴിഞ്ഞാൽ വെള്ളമില്ലായിരിക്കും ഗൈസ്. നമുക്ക് പോവാം. പിന്നെ ഇവിടെ പെബിൾ ടവർ ഞാനാട്ടോ ഗൈസ് ആദ്യം വെച്ചത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഇതെല്ലാവരും ഫോളോ ചെയ്ത ലോക്കീസ് പെബിൾ ടവർ എന്നറിയപ്പെടും ഗൈസ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ കഴിഞ്ഞു. ഇപ്പം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിടിലൻ വ്യൂ ആയിരുന്നു ഗൈസ്. നല്ല ഉറത്താണ്. കാരണം ഒത്തിരി ടൈമൊന്നും ഞങ്ങൾ സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് 2 മണിക്കാണ്.
ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. നല്ല അടിപൊളിയാണ്. ഞങ്ങൾ എത്ര സ്ഥലം കവർ ചെയ്തു? 2-3 സ്ഥലത്ത് നിർത്തി അല്ലേ. ഐലൻഡിന്റെ അകത്ത് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഐലൻഡിലേക്ക് പോകുന്ന വഴി വേലികയറ്റം കാരണം. അതേപോലെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയുണ്ടല്ലോ ഗൈസ്, ഫുള്ളി മറ്റേ കടൽ തീരത്തിന്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ മലയുടെ വ്യൂ, ഇപ്പുറത്തെ സൈഡിൽ കടലിന്റെ വ്യൂ നമ്മൾ ആസ്വദിച്ച് നമുക്ക് വണ്ടി ഓടിച്ചു വരാം. നല്ലൊരു ഡ്രൈവിന് പറ്റിയൊരു വഴി തന്നെയാണ്. നോർത്ത് വെയിൽസ് ഈസ് വെരി വെരി അണ്ടർ റേറ്റഡ് ആണ് ഗൈസ്. ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് 10 പൗണ്ടിൽ മൊത്തം തീർക്കാന്നുള്ളൂ അല്ലേ ചേട്ടാ ഗൈസ്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ബൈ ബൈ പറയട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.